കൊളസ്ട്രോൾ എന്നത് ഒരു രോഗമല്ല. അത് യഥാർത്ഥത്തിൽ നമ്മുടെ വിവിധ തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളുടെ അത് കഴിക്കുന്ന രീതികളിൽ വരുന്ന വ്യത്യാസത്തിൻ്റെ, അതുമാതിരി തന്നെ വ്യായാമമില്ലായ്മയുടെ, മാനസികവും ശാരീരികവുമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് വിവിധ രോഗങ്ങൾ വരാനിരിക്കുന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിനർത്ഥം കൊളസ്ട്രോൾ കൂടി എന്നുള്ളതിൻ്റെ പേരിൽ ഇത്തരം രോഗങ്ങൾ വരണമെന്ന് നിർബന്ധമില്ല. കൊളസ്ട്രോൾ നോർമലാണ് എന്നതിൻ്റെ പേരിൽ ഇത്തരം രോഗങ്ങൾ വരില്ല എന്നും നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് ശരിയായ ഭക്ഷണ രീതി, വ്യായാമ രീതികൾ, അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായിട്ടുള്ള സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ എന്നിവ ചെയ്യലാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിന് 5 കാര്യങ്ങൾ കൃത്യം പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം രോഗാവസ്ഥകളിൽ നിന്ന് നമുക്ക് മുക്തി നേടാവുന്നതാണ്. 1 ഉറക്കം, 2 എണീക്കുന്നത്, 3 വ്യായാമം ചെയ്യുന്നത്, 4 കുളി, 5 ഭക്ഷണം. ഇതൊരു 20 മിനിറ്റിൻ്റെ വരെയുള്ള വ്യത്യാസം നമുക്ക് അനുവദിക്കാം. അതല്ലാതെ തോന്നിയ സമയത്ത് ഈ 5 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം താളം തെറ്റും. ഈ 5 കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്കൊരു പരിധി വരെ നമുക്ക് മുക്തി നേടാൻ കഴിയും. ദിവസവും 3 നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കുക. അതുപോലെ രാവിലെ 7 മണി മുതൽ 7:20 വരെയുള്ള സമയത്തുള്ള സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ കൊള്ളിക്കുക. പുകവലി, മദ്യപാനം തീർച്ചയായും ഒഴിവാക്കുക. പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല. പിന്നെ പാരമ്പര്യമായി ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവരാണ് എങ്കിൽ അവരുടെ കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ തന്നെയും അവർ വ്യായാമാദികൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നിർബന്ധമായും കുറച്ച് മരുന്നുകൾ അതിനു വേണ്ടി കഴിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 15 വർഷമായി ഞാൻ കോട്ടക്കൽ ആയുർവേദ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഈ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, കൊളസ്ട്രോളിൻ്റെ നമ്പർ 260-ൽ നിന്ന് 20 വരെ കുറയ്ക്കുക, അല്ലെങ്കിൽ 200 വരെ എത്തിക്കുക എന്നുള്ളതാകരുത് നമ്മുടെ ലക്ഷ്യം. കൊളസ്ട്രോൾ എത്രയും ആകട്ടെ, മറിച്ച് നമ്മൾ ഈ 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ജീവിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ജീവിതശൈലീജന്യ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം.